ഹായ്, നിങ്ങളുടെ പഴയ വീടിനെ റിനോവേഷൻ ചെയ്ത് ഇതുപോലൊരു പുതുപുത്തൻ വീടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. TJ കൺസ്ട്രക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ ചിയാരത്തുള്ള സെബിൻ സിജി ദമ്പതികൾക്ക് വേണ്ടിയിട്ട് TJ കൺസ്ട്രക്ഷൻ റിനോവേഷൻ ചെയ്ത വീടിന്റെ വിശേഷങ്ങളാണ്. ഇതാണ് ഈ വീടിന്റെ മുറ്റം. ഈ വീടിന്റെ പാറ്റേണിനോട് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഗേറ്റും അതുപോലെ തന്നെ മതിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു വീടിന്റെ സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ ചൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ താഴെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ പാനൽ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. വീടിന്റെ ഈ ഒരു ഭാഗം കൂടുതൽ ഭംഗിയാക്കുന്നത് ഗ്ലാഡിംഗ് സ്റ്റോണിലുള്ള ഈ ഒരു വർക്കാണ്. കൂടാതെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇവിടെ സ്പേസ് ഒട്ടും വിടാതെ തന്നെ ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് ഇവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ. വളരെ മനോഹരമായിട്ടാണ് ഈ ലിവിങ് ഏരിയയോട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വൈറ്റ് ഷെയ്ഡാണ് ഈ വീട് മുഴുവനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് താഴെ ഈ തറയിലും മാറ്റ് ഫിനിഷുള്ള ടൈലാണ്, അതും വൈറ്റ് കളറുള്ള ടൈലാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു വൈറ്റ് ടച്ചുള്ളൊരു സോഫ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ TV യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായി എന്നാൽ അതിനേക്കാൾ കൂടുതൽ മനോഹരമായാണ് ഈ ലിവിംഗ് റൂമിൻ്റെ സീലിംഗ് വർക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പഴയ വീടുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മറ്റ് ഡിസൈനാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റും ഈ ഒരു സീലിംഗിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ലിവിംഗ് റൂമിൽ നിന്നുള്ള എൻട്രി ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു സൈഡിൽ വാഷിംഗ് ബേസിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയയും വരുന്നത്. ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു ഷോ കേസ് വരുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഭാഗങ്ങളിലൊക്കെ സ്പേസ് ഒഴിച്ചിടാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഒരു സ്പേസ് നമ്മൾ പരമാവധി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ഒരു കബോർഡ് വർക്ക് വന്നിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ സീലിംഗ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. എല്ലാവിധ സജ്ജീകരണത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ് കോംബോ, അത് വല്ലാത്തൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു വൈബാണ് നമുക്കിവിടെ തരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു പോർഷനിൽ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കബോർഡ് വർക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് കളറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നിലനിർത്തിക്കൊണ്ട് ബ്രൗൺ കളറിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് കളറും കൂടിയും ഈ ഒരു കബോർഡിന് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കാണ് ഈ കാണുന്നത്. ഒറ്റനോട്ടത്തിലൊരു പർഗോളായിട്ട് തോന്നുമെങ്കിലും ഇതൊരു പർഗോളയല്ല, ഇതൊരു ഡിസൈൻ വർക്കാണ്. കൂടുതൽ പ്രൊഫൈൽ ലൈറ്റും ഇവിടെ വരുന്നുണ്ട്. ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഈ ഒരു ഭാഗത്ത് കബോർഡ് വർക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു സൈഡിൽ മിറർ വർക്കും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു L ഷെയ്ഡോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു സീലിംഗ് വർക്ക് ഇത് ചെയ്തിട്ടുള്ളത്. മുകളിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിലേക്കുള്ള സ്റ്റെയർ കേസ് ആണത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു പോർഷനിൽ പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു പോർഷനിൽ ഒരു പർഗോള ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ് സ്റ്റെയറിലെ ലിവിങ് ഏരിയ ആണിത്. നല്ലൊരു സ്പേസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിനോട് അടുത്തായിട്ട് തന്നെയാണ് 2 ബെഡ്റൂമുകളുള്ളത്. നമുക്ക് 2 ബെഡ്റൂം കാണാം. അപ്സ്റ്റെയറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. താഴെയുള്ള റൂമുകൾ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു റൂമും ഒരുക്കിയിട്ടുള്ളത്. സീലിംഗ് വർക്കും വളരെ മനോഹരമായി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്സ്റ്റെയറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ാണ് ഈ വീടിന്റെ ബാൽക്കണി. വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു ബാൽക്കണിയും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് വർക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സെബിൻ സാറും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്, സിജി സെബിൻ. നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. സാറ്, ഈ ഒരു വീട് പണിതിട്ട് സാറും ഫാമിലിയൊക്കെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഈ വീട് റിനോവേഷൻ ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമുക്ക് സന്തോഷമായി. എല്ലാവരും നല്ല അഭിപ്രായം, ഞങ്ങൾക്കും നല്ല അഭിപ്രായം. സാർ, TJ കൺസ്ട്രക്ഷന്റെ ഓണർ ആയിട്ടുള്ള സാബു ചേട്ടനായിട്ട് എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാൻ ഓൺലൈൻ വഴിയാണ് അവർ പരിചയപ്പെട്ടത്. എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നി. 2-3 വർക്ക് പോയി കണ്ടപ്പോൾ ആൾ ചെയ്തിട്ടുള്ള വർക്ക് കണ്ടപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നി. അങ്ങനെയാണ് ആളെ വർക്ക് ചെയ്തിട്ടുള്ളത്. TJ കൺസ്ട്രക്ഷന്റെ ഈ ഒരു വർക്കിനെ പറ്റി സാർ എന്ത് വിലയിരുത്തുന്നു? നന്നായി ചെയ്തിട്ടുണ്ട്. സാബു ചേട്ടനോട് അടുപ്പത്തെ പറ്റി എന്ത് പറയുന്നു? സാബു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര അറ്റാച്ച്മെന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാം, എല്ലാ കാര്യവും സംസാരിക്കാം, നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. അത് നല്ലൊരു ഇഷ്ടപ്പെട്ടു നമുക്ക്. സാർ, ഈ റിനോവേഷൻ വർക്ക് ചെയ്യുന്നതിന് മുൻപ് സാറിന് ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു? നമ്മളൊരു ബഡ്ജറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ വർക്ക് നിർത്താൻ സാധിച്ചു. ചേച്ചി, വീട്ടിൽ താമസമാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 8 മാസമായി. 8 മാസം വീട്ടിൽ താമസിച്ചിട്ട് ഇതിനെപ്പറ്റി ഒരു ഫീഡ്ബാക്ക് എന്താണ് ചേച്ചി ഞങ്ങളെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സന്തോഷം, ഇഷ്ടമായി. ഈ വീടും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കൂടാതെ വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിക്കാനോ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വീടിൻ്റെ എസ്റ്റിമേഷൻ, പ്ലാനിംഗ്, 3D എലിവേഷൻ, അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ്, ഇതിനെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇനിയും ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ലഭ്യമാകുവാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.